ഇൻഡോർ പ്ലാന്റിലെ ഏറ്റവും സൗന്ദര്യ റാണിയാണ് നമ്മുടെ ഈ കലാത്തിയ എന്ന് പറയുന്ന ചെടി. എന്ത് രസമാണ് നമ്മുടെ ഗാർഡനിൽ നിൽക്കുന്ന കാണാനില്ലേ. അപ്പം എൻ്റെ ഇൻഡോർ ഗാർഡനിലെ കലാത്തിയ ചെടികൾ ഇന്നൊന്ന് മാറ്റി നടുന്ന ഒരു വീഡിയോ ആണ് ഞാനിന്ന് കാണിക്കുന്നത്. അപ്പോൾ എനിക്കും ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞാൽ ഈ ഗാർഡനിലെ ഇൻഡോർ പ്ലാന്റിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് പലതരം ചെടികളുണ്ട്. എങ്കിലും ഈ കലാത്തിയ എന്ന ഈ സുന്ദരി ചെടി എനിക്കങ്ങ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇത് കുറേ ദിവസങ്ങൾ ഇങ്ങനെ ഇതിൽ നിൽക്കുമ്പോൾ ഒരു 2-3 മാസം അല്ലെങ്കിൽ ഒരു 6 മാസമൊക്കെ ആകുമ്പോഴത്തേക്ക് നിറയെ ഒരു തൈ നട്ട് കഴിയുമ്പോഴത്തേക്ക് ഇതിൽ നന്നായിട്ടത് തിങ്ങി വളരും കേട്ടോ. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഇതിനെ പറിച്ച് വേറെ ഒരു ചട്ടിയിലേക്ക് ഓരോ തൈയായിട്ട് നട്ട് കൊടുക്കണം. ആ നട്ട് കൊടുക്കുമ്പോൾ വീണ്ടും ഇതുപോലെ നമുക്ക് തിക്കായിട്ട് വരും. ഇപ്പോൾ ഇതിനകത്തിൽ ശരിക്കും പറഞ്ഞാൽ ഇത്രയും വളർന്നൊരു 7-8 തൈയുണ്ട്. അപ്പോൾ അതിനെ ഞാനൊന്ന് മാറ്റി നടുകയാണ് മറ്റുള്ള ചട്ടികളിലേക്ക്. അപ്പോൾ നടുന്ന സമയത്ത് നമ്മൾ ഇപ്പം പ്ലാസ്റ്റിക് ചട്ടി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനെ അങ്ങോട്ട് പെട്ടെന്നൊന്ന് അടിയിൽ നിന്നൊന്ന് കൊട്ടി കൊടുത്താൽ മതി, ഇതിങ്ങനെ താഴോട്ട് വീഴും. പക്ഷേ ഇത് സിമെൻറ്റ് ചട്ടി ആയതുകൊണ്ട് എനിക്ക് അങ്ങനെ കൊട്ടിയെടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഞാൻ കുറേശ്ശെ മണ്ണ് മാറ്റിയിട്ട് അതിനെ മെല്ലെ അങ്ങോട്ട് എന്താ പറയുക പൊക്കിയെടുക്കുകയാണ് കേട്ടോ. ഇതേപോലെ അല്ലാതെ നമ്മൾ വലിച്ചു ഊരാൻ പറ്റത്തില്ല. അപ്പം നമുക്ക് ചിലപ്പോൾ അതിൻ്റെ തണ്ടൊക്കെ ഊരി ഇങ്ങോട്ടിങ്ങ് പോരും. അപ്പോൾ അത് നല്ല കെയർ കൊടുത്ത് വേണം അതിനെ മാറ്റിയെടുക്കാൻ. അപ്പം ഈ മണ്ണ് ഇപ്പോൾ ആ ചട്ടിയിലുണ്ടായിരുന്ന മണ്ണെല്ലാം ഞാൻ മാറ്റിയിട്ട് ഇനി ആ പുതിയ മണ്ണാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അതായത് പുതിയൊരു പോട്ടിംഗ് മിക്സ് ഇവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ചാണകപ്പൊടി മണ്ണും ഒക്കെ കൂടെയാണ്. നമുക്ക് ചകിരിച്ചോറ് വേണമെങ്കിലും ചേർക്കാം. ഇപ്പം ഞാൻ ചകിരിച്ചോറ് ചേർക്കുന്നില്ല, സാധാരണ ചെടികൾക്കൊക്കെ ഞാൻ ചകിരിച്ചോറ് ചേർക്കാറുണ്ട്. പിന്നെ എന്താണെന്ന് വെച്ചാൽ വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോഴത്തേക്ക് വലിച്ച് അത് എടുത്ത് ഈ ചകിരിച്ചോറ് വയ്ക്കും. അപ്പോൾ ചില ചെടികൾ നമുക്ക് അഴുകി പോകാൻ സാധ്യതയുണ്ട് വെള്ളം കൂടി നിന്നാൽ. അപ്പോൾ ഇതിനൊക്കെ ആവശ്യത്തിന് വെള്ളം വേണം കേട്ടോ. അപ്പം ഞാനിത് ആ പൊട്ടി മിക്സ് ഒരു ചെടി നട്ട് അതിലേക്ക്, അപ്പം ആ ചട്ടിയിലേക്ക് ഞാൻ ഒരു തൈ മാത്രം എടുത്ത് നട്ട് സെയിം ചട്ടിയിൽ കേട്ടോ. ബാക്കിയുള്ളതൊക്കെ വേറെ വലിയ ചട്ടികളിലോട്ട് മാറ്റി, കാരണം ഇതിനൊക്കെ നല്ല നീളം വെച്ച് പോയി. അപ്പം ചെറിയ ചട്ടിയിൽ പറ്റത്തില്ല. അപ്പം ഞാൻ ചെറിയ തൈകൾ ചെറിയ ചട്ടിയിലും വലിയ ചട്ടിയിലേക്ക് വലിയ തൈകളുമാണ് നടുന്നത്. അപ്പോൾ ഇതിനൊരു ഹോള് കണ്ടില്ലേ, ഈ ചട്ടിയുടെ എല്ലാ ചട്ടിയിലും നമുക്കൊരു ഹോളുണ്ടാവില്ല. ആ ഹോള് ലേക്ക് 3-4 ഓടിൻ്റെ കഷ്ണമോ ഇഷ്ടികയുടെ കഷ്ണമോ എന്തെങ്കിലും നമുക്ക് ഇട്ട് കൊടുത്തിട്ട് വേണം. മണ്ണ് നിറയ്ക്ക് എല്ലാവർക്കും ചെടി നടാൻ അറിയാം എങ്കിലും ഞാൻ ഒന്നും കൂടെ ഒന്ന് പറയുന്നതേ ഉള്ളൂ. അപ്പം ഇങ്ങനെ നമ്മൾ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ പോട്ടി മിക്സ് അതിലേക്ക് ഇട്ട് നമുക്ക് ഓരോ തൈയും അതിലേക്ക് വെച്ച് കൊടുത്ത് വളർത്താം. പിന്നെ ഇതൊന്ന് വേരൊക്കെ പിടിച്ചതിന് ശേഷം ഇപ്പം ശരിക്കും ഇതിന് വേരുണ്ട്. ഇനി ഇതൊന്ന് നല്ല എന്താ പറയുക ഒരു മാസമൊക്കെ കഴിയുമ്പോഴത്തേക്ക് നമുക്ക് നല്ല വളമൊക്കെ ഇപ്പം ചാണകപ്പൊടിയും മണ്ണുമാണ് ഇട്ട് കൊടുക്കുക. ഇത് 1 മാസം കഴിയുമ്പോൾ നമുക്ക് അതിന് നല്ല വളമൊക്കെ അങ്ങോട്ട് ഇട്ട് കൊടുത്ത് കഴിയുമ്പോഴത്തേക്ക് അതാ ഒരു പറുകാൽ എന്താ പഴുതാര, അതിന് ഞാൻ എന്തായാലും കൊന്നു കേട്ടോ. അത് മണ്ണ് എടുക്കുന്ന സമയത്ത് ഇതൊക്കെ വരാറുണ്ട്. അപ്പം നമുക്ക് ഇങ്ങനെ എല്ലാ ചെടിയും നട്ട് കൊടുക്കാം. എനിക്ക് ഒരു ചട്ടിയിൽ നിന്നും 7-8 തൈ കിട്ടി. പിന്നെ ഒരു തൈ മാത്രം ഞാൻ മണ്ണിൽ കൊണ്ട് നട്ടു ഇടയ്ക്ക് കേട്ടോ, അതായത് മുറ്റത്ത്. കാരണം അവിടെ നിന്നിട്ട് തഴച്ച് വളർന്ന് കുറേ തൈ കിട്ടും. അപ്പം നമ്മുടെ ചെടിയെല്ലാം റെഡി ആയിട്ടുണ്ട് ഇവിടെ. ഓക്കെ, അപ്പോൾ ഇൻഡോർ പ്ലാന്റ്സ് ഇഷ്ടമുള്ളവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അതുപോലെ കലാത്തിയ ചെടി. ഓക്കെ, ബൈ.